എടാ ജോൺസേ, നീ പറഞ്ഞു എന്നല്ല എൻ്റെ വില. ഒരു കാര്യം ചെയ്യ്, ആ പാർട്ടി വിട്ടേക്ക്. എന്നിട്ട് നീ ആ ഷൗട്ടിനെ വിളി. ആ വെച്ചോ. ബേബിച്ചിന് പഞ്ചായത്ത് ഇലക്ഷൻ നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ? ബേബിച്ചന്റെ പിടിപാട് വെച്ച് ബേബിച്ചൻ വല്ല MP യോ MLA ഒക്കെ ആവുന്ന ആളാ. ഒന്നും കാണാതെ അച്ചായനെ കളിക്കിറങ്ങുന്നു തോന്നുന്നുണ്ടോ? മതി മതി, ഈ ടോപ്പിക് ഇവിടെ നിർത്താം. ഇലക്ഷനിൽ ബേബിച്ചനെ ജയിപ്പിക്കുക എന്നുള്ളതാ നമ്മുടെ ലക്ഷ്യം. ആ പുലിപ്പാറ കോളനിക്കാരൊന്നും മറിഞ്ഞ പിന്നൊന്നും നോക്കാനില്ല. പക്ഷെ അതിന് അല്ല ജോണി, കൊടുത്തേക്ക്. പറഞ്ഞോണ്ടോ അച്ചായ? അതേ, കാശിൻ്റെ കാര്യത്തിൽ ഒരു പിശുക്കും വേണ്ട, പക്ഷെ ജയിച്ചിരിക്കണം. ഏറ്റു. അപ്പൊ ശരി. ഓക്കെ. ആ ശരി സാർ. നമസ്കാരം. ആ മാതാ, താനൊക്കെ എന്നാ വളർത്താനോട് യൂണിഫോം ഇട്ട് നടക്കുന്നേ? ജോസാ പെണ്ണുമ്പിള്ളക്ക് എന്നാ മൊഴിയാ ഉണ്ടായി കൊടുത്തത് തനിക്കറിഞ്ഞൂടെ? വേവിച്ച് നിരൂപിക്കുന്ന പോലെയുള്ള ആളല്ല CI. ചവിട്ടി തല പറിക്കുന്ന ഏനോ. പഴയ പോലെ അല്ല കാര്യങ്ങള്. വേവിച്ച എന്നെ പെടുത്തല്ലേ. റിട്ടയർഡ് ആവാൻ ഇനി അധികം നാളില്ല. അന്ന് ഫ്രെഡിയെ ജോസ് കണ്ടു എന്നുള്ളത് ഉറപ്പാണോ? അങ്ങനെയാ എനിക്ക് തോന്നുന്നത്. ആ, CI മേഡം വല്ലാത്തൊരു കോൺഫിഡൻസിലാ. ജോസ് പേ സ്കൂളിലാ. സ്വാതന്ത്ര്യ സമരം ഇന്ത്യ ഒട്ടാകെ തീ പോലെ പടർന്നു പിടിച്ചൊരു കാലഘട്ടമായിരുന്നു അത്. അന്ന് ഗാന്ധിജിയുടെ സാറിനൊരു വിസിറ്റർ ഉണ്ട്. എനിക്കോ? ആരാ അത്? ഇതിനു മുമ്പ് എങ്കിലും കണ്ടുപരിച്ചല്ലോ സാറേ. മാഷ് ഫ്രീ ആണെങ്കിൽ ഒന്ന് നോക്കൂ. ഓ തീർച്ചയായിട്ടും. ശരി. എന്താണ് എടുത്തോണ്ടിരുന്നത് സാറ്? ഹിസ്റ്ററി. ചരിത്രം അല്ലേ? ആ കൊള്ളാലോ. ഗാന്ധിജിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നല്ലേ? അതെ സർ. ആ, അങ്ങനെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അഹിംസാ മാർഗത്തിലൂടെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി പോരാടി. ഒടുവിൽ ഗാന്ധിജിയെ തേടി ബ്രിട്ടീഷുകാരെത്തി. അതൊരു സന്ധി സംഭാഷണത്തിനായിരുന്നു. ആനന്ദം പെടണ്ട. ഞാനൊന്ന് എസ്റ്റേറ്റ് വഴി പോയപ്പോഴേ തനിക്ക് ഇവിടെ ജോലി തുറക്കും. അപ്പോൾ അത് കാണാമെന്ന് വിചാരിച്ചു. പിന്നെ പ്രാഞ്ചിയുടെ കേസിൽ നിന്നെ ചോദ്യം ചെയ്തു പറഞ്ഞു. അവൻ വല്ല കള്ളോ കഞ്ചാവോ വലിച്ചു കയറ്റി കാലേറ്റ് വീണതായിരിക്കും. ചുമ്മാ അതും പറഞ്ഞ് നാട്ടുകാരെ ചുറ്റിക്കാൻ ഒരു CI ചെയ്യും അല്ലേ? ജോസിന് കല്യാണമൊക്കെ ആയി പറഞ്ഞു. ഞാൻ ഇവിടെ കണ്ടിരുന്നു. അത് നന്നായി. ജോസിനിപ്പം നല്ല സമയം. ആശിച്ച ജോലിയായി, കല്യാണമായി. പിന്നെ അമ്മച്ചി പെങ്ങളൊക്കെ തൻ്റെ ചുമലില്ല, അത് മറക്കണ്ട. ഇനി അങ്ങോട്ട് നാട്ടുകാര്യങ്ങളും ഓരോരോ വയ്യാവേലികളൊക്കെ കളഞ്ഞ് ഉഷാറായി ജീവിക്കാൻ നോക്ക്. പിന്നെ ഫ്രെഡിക്ക് ആൻസിയോറുടെ പ്രാന്ത് ജോസിന് അറിയാലോ. ചങ്ങലക്കിട്ട പോലെയാണ് ഞാനവനെ പിടിച്ചു വെച്ചിരിക്കുന്നത്. ജോസിന് ഫ്രെഡിയെ കൊണ്ടൊരു പ്രശ്നമില്ലാതെ ഞാൻ നോക്കിക്കോളാം. പിന്നെ ജോസേ, കാശിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ പഠിക്കരുത്. എനിക്ക് ജോസിന് അത്രയ്ക്ക് ഇഷ്ടമാണ്. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ പഞ്ചായത്തിൽ ഞാനാ സ്ഥാനാർത്ഥി. വേണമെന്ന് വെച്ചിട്ടൊന്നുമില്ല, എല്ലാവരും കൂടെ പറഞ്ഞപ്പോൾ ചുമ്മാ അങ്ങ് നിന്ന് കൊടുത്തു. അറിയാലോ, നമ്മുടെ സംസ്ഥാന പ്രസിഡന്റും റവന്യൂ മിനിസ്റ്ററൊക്കെ നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരാ. അതെ ജോസേ, വല്ലതും കണ്ടു എന്നോ കേട്ടു എന്ന് വിചാരിച്ച് അതിന് പുറകിൽ ഓട്ടം വേണ്ട. വെറുതെ വയ്യാവും. അപ്പോൾ ശരി, കാണാം. ആ ജോണി, വണ്ടി പോട്ടെ കേട്ടോ, ബസ്സിന് സമയമായി.
ஜோஸ் ஃபோனில் சொல்லியது அந்த மர்டர் நடந்த ஏர்லி மார்னிംഗ് അൺഎക്സ്പെക്റ്റഡായി ഫ്രെഡിയെ കണ്ടു എന്നാണ്. ഇല്ല മാഡം, അന്ന് നൈറ്റിൽ ഞാൻ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നതാണ്. സ്റ്റേഷൻ റിപ്പോർട്ടിലും അങ്ങനെ തന്നെയാണ്. സേകരേട്ടൻ അന്ന് നൈറ്റ് പെട്രോളിങ്ങിന് പോയപ്പോൾ ആരെങ്കിലും ഫ്രെഡിയെയും ഫ്രണ്ട്സിനെയും സെല്ലിൽ നിന്ന് ഓപ്പൺ ചെയ്ത് വിട്ടതാണെങ്കിലോ? இந்த സ്റ്റേഷനിലും ഇരിക്കുമല്ലോ PIPസിനോട് ഫ്രണ്ട്ഷിപ്പ് ഉള്ള ആളുകൾ. സെൻട്രൽ ജയിലിൽ നിന്ന് വരെ ക്രിമിനൽസിനെ തുറന്നു വിട്ട ഹിസ്റ്ററി ഇருக்கு നമ്മ ഡിപ്പാർട്ട്മെന്റുക്ക്. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ഇപ്പം ജോസിന് ഇങ്ങനെ ഒരു ഡൗട്ട് അടിക്കേണ്ട കാര്യം? അന്ന് മാഡം ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അയാൾ ഈ കാര്യം പറഞ്ഞില്ല. இந்த ഡൗട്ട് എനിക്കും ഇരുന്നാച്ച്. യെസ്റ്റർഡേ ഫ്രെഡിയുടെ ബ്രദർ ജോസിനെ ചെന്ന് കണ്ടുന്ന്. അതിൽ ഡൗട്ട് വന്നപ്പോഴാണ് இந்த ജോസിക്ക് ഫ്രെഡിയെ കണ്ട കാര്യം മെമ്മറിയിൽ വന്നു എന്നാണ് അയാൾ പറഞ്ഞത്. എനിക്ക് എന്തോ ഒരു ഹലോ മാഡം, സൈബർ സെല്ലിൽ നിന്ന്. ഓക്കെ, താങ്ക് യു. பேபியோட நம்பர் அதே நைட்டில் அந்த டவர் லொக்கேஷனில் இருக்கு. பிராஞ்சி, നിധി, ഫ്രെഡി, ബേബി. മാഡം എന്താ ഉദ്ദേശിച്ചത്? പിന്നെ ஜோஸ் சொன்ன அந்த ஓட்டோ டிரைவர் மிஸ்ஸிங் தான். எங்கேயோ ஒரு பிளானிங் ஸ்மெல் செய்யுது. சேகரட்டா, നമുക്കിപ്പോൾ സംശയിക്കാൻ ഒരു റൂട്ട് ഇருக்கு. നമുക്കൊന്ന് പോയി നോക്കിയാലോ? പോവാം മാഡം. ആ சேகரட்டா, എന്തോ? SI മാത്തനെ കൂപ്പിട്ട് சொல்லு. ആ, നമ്മ ബേബിയുടെ വീട് റെയ്ഡ് பண்ண ഓ പോறேன். ഓക്കെ മാഡം. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ചായ അപ്പം പറഞ്ഞ പോലെ ശരി. ആ ആ ഓ. നീ ചെല്ല്. എന്നതാണ്? ആ മാത്തൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു ഫ്രെഡിക്ക്. ആ CI ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ഒരു കാര്യം ചെയ്യും, ഫ്രെഡി ഇങ്ങോട്ട് വിടണ്ട, നിങ്ങൾ മറിക്കാം. ശരി അച്ഛാ. ആ മിനിസ്റ്ററേ,